നമസ്കാരം. രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ചിലപ്പോൾ തിരഞ്ഞെടുപ്പുകളായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ പോവുകയാണ്. ലിബറലിസം, മാർക്സിസം, ഫെമിനിസം, ഈ മൂന്ന് വലിയ ആശയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ലോകത്തെ എങ്ങനെ നോക്കിക്കാണാമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഒരു സമൂഹം നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? ഇതൊരു ചെറിയ ചോദ്യമല്ല, അല്ലേ? മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഒരു വലിയ ചോദ്യമാണത്. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന എല്ലാ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും തുടക്കം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഈ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പലതരം ലെൻസുകൾ പോലെയാണ്, അല്ലെങ്കിൽ ഓരോ കണ്ണട പോലെയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ കാണുന്ന ലോകം ഒന്നുതന്നെ, പക്ഷേ ഓരോ ലെൻസിലൂടെ നോക്കുമ്പോഴും കാഴ്ചകൾക്ക് മാറ്റം വരും. ചില ലെൻസുകൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഫോക്കസ് ചെയ്യും, മറ്റു ചിലത് സമൂഹത്തിലെ പണത്തിന്റെ വിതരണത്തിൽ ശ്രദ്ധിക്കും, വേറൊന്ന് സ്ത്രീ-പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകും. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് ലെൻസുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. പിന്നെ സ്വാതന്ത്ര്യം, വർഗം, ലിംഗഭേദം എന്നിവയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയും. ഈ ലെൻസുകൾ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കും. അവസാനം ഈ ആശയങ്ങൾക്ക് ഇന്നും എന്ത് പ്രസക്തിയാണുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ലെൻസ് എടുക്കാം. സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യം, അതായത് ലിബറലിസം. എന്താണ് ഈ ലിബറലിസം എന്ന് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജാവ് പറയുന്നതാ നിയമം, ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനൊരു കാലഘട്ടത്തിലാണ് യൂറോപ്പിൽ ലിബറലിസം എന്ന ആശയം ഒരു തീപ്പൊരു പോലെ പടരുന്നത്. ലാറ്റിൻ ഭാഷയിൽ ലിബർ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമെന്നാണ് അർത്ഥം. ഓരോ വ്യക്തിക്കും ചില അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന ചിന്തയായിരുന്നു ഇതിൻ്റെയെല്ലാം കാതൽ. സത്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും അടിത്തറ ഈയൊരു ചിന്തയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലിബറലിസത്തിന്റെ പ്രധാന ആശയങ്ങൾ? മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഒന്ന്, വ്യക്തിയാണ് കേന്ദ്രം. ഓരോ ആൾക്കും ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സ്വത്തിനുമൊക്കെയുള്ള അവകാശമുണ്ട്. രണ്ട്, ഈ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒന്നാണ്. സംസാരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. പിന്നെ മൂന്നാമത്തേത്, ഗവൺമെന്റിന്റെ ശക്തിക്കൊരു പരിധി വേണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആളുകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ തുടങ്ങും. ലിബറലിസത്തിന്റെ ഒരു പ്രധാന ചിന്തകനാണ് ജോൺ ലോക്ക്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ രസകരമാണ്. നിയമത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയല്ല, അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയുമാണ്. അതായത് നിയമം എന്നത് നമ്മളെ കെട്ടിയിടാനുള്ളൊരു ചങ്ങലയല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഒരു വേലിയാണ്. ഈയൊരു ഐഡിയയാണ് ലിബറലിസത്തിന്റെ ആത്മാവെന്നു തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ലിബറലിസം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ലെൻസ് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? അടുത്തത് വർഗത്തിന്റെ പാരമ്പര്യമാണ്. നമ്മൾ മാർക്സിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലിബറലിസം വ്യക്തികളെപ്പറ്റി സംസാരിക്കുമ്പോൾ മാർക്സിസം ചോദിക്കുന്നത് ആരുടെ കയ്യിലാണ് പണം എന്നാണ്. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് ഇതിന്റെ പ്രധാന ചിന്തകൾ. അവർ പറഞ്ഞത് ഇതാണ്: നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമല്ല, മറിച്ച് സാമ്പത്തിക ഘടനയാണ്. അതായത് ആരുടെ കയ്യിലാണോ ഉൽപ്പാദനത്തിനുള്ള ഉപകരണങ്ങൾ, ഫാക്ടറികൾ, ഭൂമി, അവരാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. അവരുടെ താൽപ്പര്യങ്ങളാണ് നിയമങ്ങളായും രാഷ്ട്രീയമായും മാറുന്നത്. അപ്പോൾ മാർക്സിസം എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? പ്രധാനമായും 3 സ്റ്റെപ്പുകളായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. ഒന്നാമതായി, ചരിത്രം എന്നത് എപ്പോഴും ഒരു വർഗസമരമാണ്. അതായത് ഉടമകളും അവരെ ബൂർഷ്വാസി എന്ന് വിളിക്കും, തൊഴിലാളികളും അവരാണ് പ്രോലിറ്റേറിയറ്റ് തമ്മിലുള്ള ഒരു പോരാട്ടം. രണ്ടാമതായി, ഈ പോരാട്ടത്തിൽ ഗവൺമെന്റ് ആരുടെ കൂടെ നിൽക്കും? എപ്പോഴും ഉടമകളുടെ കൂടെ. അതുകൊണ്ട് ഗവൺമെന്റ് എന്നത് ശക്തരെ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? യഥാർത്ഥ മാറ്റം വേണമെങ്കിൽ തൊഴിലാളികൾ സംഘടിച്ച് ഈ വ്യവസ്ഥയെ ഒരു വിപ്ലവത്തിലൂടെ അട്ടിമറിക്കണം. അപ്പോൾ ഈ വിപ്ലവത്തിന് ശേഷം എന്ത് സംഭവിക്കും? മാർക്സിസം വിഭാവനം ചെയ്യുന്ന ആത്യന്തിക ലക്ഷ്യം കമ്മ്യൂണിസം എന്നൊരു സമൂഹമാണ്. അവിടെ മുതലാളിയും തൊഴിലാളിയും എന്ന വേർതിരിവില്ല, എല്ലാവരും തുല്യരാണ്. സ്വകാര്യ സ്വത്തില്ല, ഭരണകൂടമില്ല, സമ്പത്തെല്ലാം പൊതു ഉടമസ്ഥതയിലായിരിക്കും. അതാണ് കമ്മ്യൂണിസം എന്ന ആശയം. ശരി, നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം കണ്ടു, വർഗസമരം കണ്ടു. ഇനി നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ലെൻസ്, ലിംഗഭേദത്തിന്റെ പരമ്പര. നമ്മൾ ഫെമിനിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള സിദ്ധാന്തങ്ങളെല്ലാം കൂടുതലും പൊതുകാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലേ? എന്നാൽ ഫെമിനിസം രാഷ്ട്രീയത്തെ നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പും നിയമനിർമ്മാണവും മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയം ഉണ്ടെന്ന് ഫെമിനിസം ചൂണ്ടിക്കാണിച്ചു. കാരണം പുരുഷകേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന്റെ നിയമങ്ങൾ വീടിനകത്തും ബാധകമാണ്. ഫെമിനിസത്തിന്റെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്,
നമ്മുടെ സമൂഹം പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് തിരിച്ചറിയുക. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പോലും ഇതിനെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. 2. ഇതിനെ മറികടക്കാൻ ലിംഗസമത്വം ഉറപ്പാക്കുക. സ്ത്രീകൾക്കെല്ലായിടത്തും തുല്യ അവകാശങ്ങൾ, അവസരങ്ങൾ, പ്രാതിനിധ്യം എന്നിവ വേണം. 3. രാഷ്ട്രീയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലുതാക്കുക. സർക്കാർ മാത്രമല്ല, കുടുംബം, ബന്ധങ്ങൾ, വ്യക്തിജീവിതം ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സിമോൺ ദ ബൊവ എന്ന ഫെമിനിസ്റ്റ് ചിന്തകയുടെ ഒരു വാചകം ഓർമ്മ വരുന്നു. ഒരാൾ സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി തീരുകയാണ്. എന്താണിതിനർത്ഥം? ഒരു സ്ത്രീ എങ്ങനെ പെരുമാറണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ജോലി ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ശരീരം മാത്രമല്ല, സമൂഹം ഉണ്ടാക്കിവെച്ച ചില നിയമങ്ങളും സങ്കല്പങ്ങളുമാണ്. ഈ തിരിച്ചറിവ് ഫെമിനിസ്റ്റ് ചിന്തയുടെ ഒരു അടിസ്ഥാന ശിലയാണ്. അപ്പോ നമ്മളിപ്പോൾ 3 ലെൻസുകളും പരിചയപ്പെട്ടു: ലിബറലിസം, മാർക്സിസം, ഫെമിനിസം. ഇനി ഇവയൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? ഇവ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാം. അപ്പോൾ ഈ 3 ശക്തമായ ആശയങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. ലിബറലിസത്തിന്റെ പ്രധാന ഫോക്കസ് വ്യക്തികളുടെ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലുമാണ്. എന്നാൽ മാർക്സിസം നോക്കുന്നത് വർഗസമരത്തിലേക്കാണ്. ഫെമിനിസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലിംഗസമത്വത്തിലും പുരുഷാധിപത്യത്തിലുമാണ്. ഇനി ഭരണകൂടത്തെക്കുറിച്ച് ഇവരെന്ത് പറയുന്നുവെന്ന് നോക്കൂ. ലിബറലിസം പറയും ഭരണകൂടം നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ന്യൂട്രൽ സംവിധാനമാണെന്ന്. എന്നാൽ മാർക്സിസം പറയും അല്ല, അത് മുതലാളി വർഗത്തിന്റെ ഒരു ഉപകരണമാണെന്ന്. ഫെമിനിസത്തിന്റെ കാഴ്ചപ്പാടിൽ ഭരണകൂടം ഒരു പുരുഷാധിപത്യ സ്ഥാപനമാണ്. അവരുടെ ലക്ഷ്യങ്ങളിലും ഈ വ്യത്യാസം പ്രകടമാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, ഇതൊക്കെ ഒരുപാട് പഴയ ആശയങ്ങളല്ലേ? ഇതിന് ഇന്നത്തെ കാലത്തെ എന്ത് പ്രസക്തിയാണുള്ളത്? ഉണ്ട്, തീർച്ചയായുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ലെൻസും നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചയാണ് തരുന്നത്. ഉദാഹരണത്തിന്, വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ലിബറലിസമാണ്. സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മാർക്സിസമാണ്. അതുപോലെ ലിംഗപരമായ നീതിയെക്കുറിച്ചും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചും നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഫെമിനിസമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ലെൻസുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ച് ലോകത്തെ നോക്കിയാൽ നമുക്ക് മുഴുവനായ ചിത്രം കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്തെ മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ 3 കാഴ്ചപ്പാടുകളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും. കാരണം നീതിയുക്തമായൊരു സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തിസ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സമത്വം വേണം, ലിംഗനീതിയും വേണം, അല്ലേ? അപ്പോൾ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ ചുറ്റും കാണുന്ന ഈ ലോകത്തെ മനസ്സിലാക്കാൻ ഈ ലെൻസുകളിൽ ഏതിൻ്റെ സംയോജനമാണ് ഏറ്റവും സഹായകമാവുന്നത്? അതോ ഇതിലും അപ്പുറം പുതിയ ലെൻസുകൾ നമുക്ക് ആവശ്യമുണ്ടോ? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക. ഇത്രയും നേരം ഇത് കേട്ടതിന് ഒരുപാട് നന്ദി.